പരാതി കൊടുക്കണ്ടെന്ന് ഒരിക്കലും നമ്മുടെ മൈൻഡിൽ അങ്ങനെ ഒരു ഡിസിഷനേ ഉണ്ടായിരുന്നില്ല. അത് ഒരു നിയമപരമായ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് അത് ചെയ്യണമെന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് പരസ്യമായിട്ട് നമ്മളൊരു ഫേസ്ബുക്കിലൂടെ തന്നെ ഒരു പ്രതികരണം ആദ്യം നടത്തിയത്. അതിന്റെ ഒരു പ്രൊസീജിയർ എന്നോണം ആണ് പിന്നീട് ഈ പരാതി ഫയൽ ചെയ്യുന്നത്. ഇന്നാണത് സംഭവിച്ചിരിക്കുന്നത്. SHOയുടെ കയ്യിൽ ഞാൻ നേരിട്ട് ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഇത് ആദ്യം ഒരു വാർണിംഗ് പോലെ ഒരു പോസ്റ്റ് ഇട്ടു, അങ്ങനെ വേണോ എടുക്കാൻ? വാണിംഗ് എന്നല്ല, ആദ്യം ആളുകളിലേക്ക് ഈ ഒരു വിഷയം എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തത്. അദ്ദേഹത്തിന് വാണിംഗ് കൊടുത്താൽ അദ്ദേഹം നിൽക്കുകയോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ആളുകളിലേക്ക് ഈ ഒരു വിഷയം ചർച്ചയാവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം എത്രയോ നാളുകളായി ഞാനും എന്റെ കുടുംബവും അത്രയും വലിയൊരു ഹറാസ്മെന്റിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് നമ്മൾ പലതവണ ഈ ബുദ്ധിമുട്ട് രേഖപ്പെടുത്തിയിട്ടും അതിൽ നിന്ന് മാറി നിന്നിട്ടും വീണ്ടും ഇത് പല ചാനലുകളിൽ നിന്നും ഈ റീസെന്റ് ഒരു ഇന്റർവ്യൂ അദ്ദേഹം കൊടുത്തേക്കുന്നതിൽ നിന്നും ഏറ്റവും മോശമായ രീതിയിൽ അതൊന്നും ഫേസ് ചെയ്യേണ്ട ആവശ്യം എനിക്കോ ഈ നമ്മുടെ ഈ ലോകത്തുള്ള ഒരു മനുഷ്യർക്കും ഇല്ല അതൊന്നും ഫേസ് ചെയ്യേണ്ട ആവശ്യം. അപ്പം അതിനെതിരെ 100% ആയിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും എന്തൊക്കെ നിയമവശം നമുക്കതിൽ ഉപയോഗിക്കാൻ കഴിയുമോ അതെല്ലാം പൂർണ്ണമായി മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോകണം എന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഹണി ബോബിക്കൊപ്പം പല ഉദ്ഘാടനത്തിലൊക്കെ പങ്കെടുത്ത ആളാണ്. ഇത് ഇങ്ങനെ വരുന്ന സമയത്തെ ഈ ടോണൊക്കെ മാറുന്നു എന്നുള്ള ഈ കാര്യം പറഞ്ഞിരുന്നോ? ഇത് ഇങ്ങനെ നിങ്ങൾ ആവർത്തിക്കരുന്നുള്ള രീതിയിൽ നേരിട്ട് പറഞ്ഞിരുന്നോ? ഈ വ്യക്തി നമുക്ക് ഇനോഗ്രൽ ഫംഗ്ഷൻസ് നമ്മൾ ചെയ്യുന്നതിന് എപ്പോഴും ഒരു മാനേജർ ഉണ്ടാവും. ഞാൻ ഒരു ഓണേഴ്സിന്റെ അടുത്ത് ഞാൻ ഇതുവരെയും സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കണക്ഷനോ കമ്മ്യൂണിക്കേഷനോ ഇല്ല. നമ്മൾ ഈ ഓണേഴ്സിനെ കാണുന്ന സ്റ്റേജിൽ എത്തുമ്പോൾ മാത്രമാണ്. ഈ വ്യക്തിനെ ഞാൻ ഈ വ്യക്തിയോട് സംസാരിച്ചേക്കുന്നത് സ്റ്റേജിൽ ഉള്ളപ്പോൾ മാത്രമാണ്. അല്ലാതെ ഇദ്ദേഹവുമായിട്ട് എനിക്കൊരു പരിചയമോ ഇല്ല. ഇതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഞാനൊരു സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു 6-7 ഇനോഗ്രേഷൻ വർഷങ്ങൾക്ക് മുമ്പ് 5-6 എന്തായാലും ഉണ്ടാവും ഈ വ്യക്തിയുടെ സ്ഥാപനവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് ഈ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടില്ല. ഇതിലെല്ലാത്തിലും ഈ വ്യക്തി ഉണ്ടായിരുന്നു എന്ന് എന്റെ ഓർമ്മയിൽ പോലും ഇല്ല. ചിലപ്പോ അതിന്റെ ജ്വല്ലറിയുടെ മാനേജ് ചെയ്യുന്ന ആളുകളായിരിക്കും അവിടെ ഉണ്ടായിരുന്നിട്ടുണ്ടാവുക. ഈ ഇൻസിഡന്റ് എനിക്ക് സംഭവിക്കുന്നത് 4 മാസം മുമ്പ് നടന്ന ആ ഒരു ഫംഗ്ഷനിലാണ്. ആ ഫംഗ്ഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഈ മാനേജറുടെ അടുത്ത് വ്യക്തമായി എന്റെ അമ്മയുടെ അടുത്ത് സംസാരിച്ചു, എല്ലാവരും സംസാരിച്ചിട്ട് വ്യക്തമായി വിളിച്ച് ഇൻഫോം ചെയ്തതാണ്. ഇത് ഭയങ്കര മോശമായി പോയി ഈ പെരുമാറ്റം. ഈ വ്യക്തിയുമായിട്ടോ സ്ഥാപനവുമായിട്ടോ നമുക്ക് സഹകരിക്കാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെയും അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഒരു ഇനോഗ്രൽ ഫംഗ്ഷൻ, ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ ഇനോഗ്രേഷൻ വിളിച്ചിട്ടും ഞാൻ ചെയ്യുന്നില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. അതിന്റെ റീസൺ ഇതാണ്. അതിലൊരു വൈരാഗ്യം ഉണ്ടാവോ? അത് കഴിഞ്ഞിട്ടാണ് ഇത്രയും മോശം അവസ്ഥയിലേക്ക് ഉള്ള എന്താ പറയാ കമന്റ്സോ അല്ലെങ്കിൽ ജസ്റ്റേഴ്സ് പോലും ഉണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന്. അതെല്ലാം അതിനുശേഷമാണ് വന്നത്. എന്നാൽ ഹണി റോസിനെതിരെ മോശം പരാമർശം നടത്തിയിട്ടില്ലെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം. വേറെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് വളച്ചൊടിച്ചുകൊണ്ട് വേറൊരു രീതിയിൽ പല രീതിയിലും പറഞ്ഞിട്ട് അവർക്ക് അതിൽ വിഷമമുണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് മോശമായ ഒരു കാര്യങ്ങളും ഒന്നും ഉപയോഗിച്ചിരിക്കുകയോ പറയുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ബോബി ചെമ്മണ്ണൂരിന് പുറമെ ഹണി റോസിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത സൈബർ അധിക്ഷേപ കേസിൽ ഫേസ്ബുക്കിൽ നിന്ന് കൊച്ചി പോലീസ് വിവരങ്ങൾ തേടി. ഈ പരാതിയിൽ മൊഴി നൽകിയ ഹണി റോസ് ഇൻസ്റ്റഗ്രാമിലടക്കം തനിക്കെതിരെ വന്ന അധിക്ഷേപ കമന്റുകളുടെ സ്ക്രീൻഷോട്ട് സഹിതം പോലീസിന് കൈമാറി. അശ്ലീല കമന്റിട്ട് 20 പേരെ തിരിച്ചറിഞ്ഞെന്നും നടപടി തുടരുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.